പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. കാരണം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിൽ ഒരു കാലമുണ്ടായിരുന്നു, ഇവിടെയുള്ള ഓഫീസുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒട്ടനേകം ജില്ലാ ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോയ ഇടത്തു നിന്നാണ് 2016 യശസ്വരീനായ കെ നായർ സാർ ജില്ല രൂപീകരിക്കുവാൻ കാരണക്കാരനായ അന്നത്തെ MLA ആയിരുന്ന കെ നായർ സാർ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെ എല്ലാ പ്രഭാവത്തോടുകൂടിയും ജില്ലാ ആസ്ഥാനം വളരണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയും 2016 മുതൽ ഒരു തീവ്ര യജ്ഞം തന്നെ നമ്മൾ ആരംഭിച്ചു. ജില്ലാ ആസ്ഥാനത്തിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ ഇവിടെ ജില്ലാ ഓഫീസുകൾ നിലനിർത്തുക എന്നുള്ളത്. അതിൽ നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് സർക്കാർ ഭൂമി ഇല്ല എന്നുള്ളതായിരുന്നു. പത്തനംതിട്ട വില്ലേജ് റീസർവേ നടക്കാത്ത വില്ലേജായി. സമീപ വില്ലേജുകളെല്ലാം റീസർവേ നടപടികൾ പൂർത്തിയായപ്പോൾ പത്തനംതിട്ട വില്ലേജിൽ മാത്രം റീസർവേ നടപടികൾ നടന്നിരുന്നില്ല. അപ്പോൾ ഭൂമി കണ്ടെത്തുക, സ്വന്തമായിട്ട് ഓഫീസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ഓഫീസുകൾ പുതുതായി നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് വന്നു. ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ SP ഓഫീസിനോട് ചേർന്നുകൊണ്ട് 2 പുതിയ കെട്ടിടങ്ങൾ, ഒന്ന് വനിതാ പോലീസ് സ്റ്റേഷനാണ്, രണ്ടാമത്തത് സൈബർ പോലീസ് സ്റ്റേഷനാണ്. 2 പുതിയ സ്ഥാപനങ്ങളാണ്, 2നും പുതിയ കെട്ടിടങ്ങളുമായി. ഇപ്പോഴത്തെ മർത്തോമ സ്കൂളിൻ്റെ താഴെ നമുക്കൊരു പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ചെറിയ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ അവിടെ ഒരു കെട്ടിടം അവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു, നിർമ്മിച്ചു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ കെട്ടിടം അവിടെ വരാനായിട്ട് പോവുകയാണ്. ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് GSTയുടെ ജില്ലാ ഓഫീസ് ഉൾപ്പെടെയുള്ള പുതിയ കെട്ടിടങ്ങൾ, പുതിയ ഓഫീസുകൾ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് കൊണ്ടുവന്നു. ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. വനിതാ വികസന കോർപ്പറേഷന്റെ ഒരു വനിതാ ഹോസ്റ്റൽ പത്തനംതിട്ട ജില്ലയിൽ ജോലി തേടി വരുന്നവർക്കും വിദ്യാർത്ഥികൾക്കും താമസിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വനിതകൾക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഹോസ്റ്റൽ, 80-ലധികം പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റൽ. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളുടെ കാര്യം പ്രത്യേകമായി പറയുമ്പോൾ സ്വന്തമായി ഇടം കണ്ടെത്തുന്ന ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന എക്സൈസ് വകുപ്പിന് പത്തനംതിട്ടയിൽ ഒരു എക്സൈസ് കോംപ്ലക്സ് സ്വന്തമായി ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ സ്ഥാപിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. 5 ഓഫീസുകളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ കോംപ്ലക്സിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ്, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ്, 2 CIമാരുടെ ഓഫീസുകൾ, അതോടൊപ്പം തന്നെ വിമുക്തിയുടെ ഓഫീസും ചേർന്നുള്ളതാണ് ഈ എക്സൈസ് കോംപ്ലക്സ്. ഒട്ടനേകം തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കമ്മീഷണർ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 7 വർഷം മുൻപ് ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. നമുക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വെല്ലുവിളിയായിരുന്നു. ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടായി. ഫയൽ മൂവ്മെന്റിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും മറ്റു ഓഫീസേഴ്സും ഞാൻ പേരെടുത്ത് പറയാൻ ഈ സമയപരിമിതി പോലും ഉപയോഗിക്കുന്നു. നിരന്തരമായി എൻ്റെ MLA ഓഫീസിലും അതോടൊപ്പം എത്തിക്കൊണ്ട് ഈ ഫയൽ മൂവ്മെന്റ് എളുപ്പമാക്കണമെന്നുള്ളതിനു വേണ്ടി നിരന്തരമായ ഇടപെടലുകൾ നടത്തി. അതിനുശേഷം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ആദ്യം ബഹുമാനായ ശ്രീ ഗോവിന്ദ മാഷ്, അതിനുശേഷം ബഹുമാനപ്പെട്ട MP രാജേഷ് മിനിസ്റ്റർ തദ്ദേശ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ഒരു സ്വപ്നം, അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് സാക്ഷാത്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സമയം കൂടിയാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക.